യോഹന്നാൻ 10:10 ഈശോ പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. അത് കൃപയും സത്യവുമായി സമൃദ്ധമായി നമ്മിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഈ സമൃദ്ധി മനസ്സിലാക്കാൻ നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. മഹത്വത്തിൻ്റെ ഈ സമൃദ്ധി മനസ്സിലാക്കാൻ നമ്മുടെ ആന്തരിക നയനങ്ങൾ പ്രകാശിക്കപ്പെടാൻ വേണ്ടി നമുക്കെല്ലാവർക്കും ചേർന്ന് പാടാം. സമൃദ്ധി ചൊരിയുന്ന ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ജീവന്റെ സമൃദ്ധി, കൃപയുടെ സമൃദ്ധി, അവിടുത്തെ രാജ്യത്തിൻ്റെ നീതിയുടെ സമൃദ്ധി അത് നമ്മിലേക്ക് ഒഴുകുവാൻ വേണ്ടി നമുക്കും ദാഹത്തോടെ പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 65 സമൃദ്ധി ചൊരിയുന്ന ദൈവം.
കൈയടിച്ച് പാടി
സംഘത്തിനും ഒന്ന് കൈയടിച്ച്. നമ്മുടെ ഈ സങ്കീർത്തനങ്ങളും ഈ ക്ലാസ്സുകളും എല്ലാം ഇപ്പൊ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഇന്റർനെറ്റിലൂടെയും യൂട്യൂബിലൂടെയും എല്ലാം ആളുകൾ കാണുമ്പോൾ അവർക്ക് വേണ്ടി കൂടി നമുക്കൊന്ന് കൈയടിച്ച് പ്രാർത്ഥിക്കാം. യൂട്യൂബിൽ കയറിയിട്ട് അതിൻ്റെ സെർച്ചിൽ പോയിട്ട് 9 days റിട്രീറ്റ് ബൈ തോമസ് പോൾ ചിറ്റൂർ അടിച്ചാൽ ഇത് കാണാൻ തുടങ്ങും. പിന്നെ 1 by 1 അതിൻ്റെ പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ പ്ലേലിസ്റ്റിലേക്ക് പോകണം. അപ്പോൾ ആ പ്ലേലിസ്റ്റ് തന്നെ ടൈറ്റിൽ 9 days റിട്രീറ്റ് ബൈ തോമസ് പോൾ ഇൻ ചിറ്റൂർ എന്നുണ്ട്. അപ്പോൾ ആ പ്ലേലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ 1 after another ഇങ്ങനെ കാണാൻ പറ്റും. പ്ലേലിസ്റ്റ് എടുക്കാൻ പോവുകയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് വേറെ പല ടോക്കുകളും കയറി വരും. അപ്പോൾ യൂട്യൂബിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോടൊക്കെ പറയണം, യൂട്യൂബിൽ പോയി 9 days റിട്രീറ്റ് എന്നടിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇത് വരും. പക്ഷേ അത് വന്നു കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും ഒരു എപ്പിസോഡിൻ്റെ താഴെ അതിൻ്റെ ഡീറ്റെയിൽസിൽ പോകണം, അതിൻ്റെ ഒറിജിൻ. അപ്പോൾ അവിടെ തോമസ് പോൾ സൈറ്റിൽ നിന്ന് കാണും. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ നമ്മുടെ ഒരു ചാനലിലേക്ക് പോകും. യൂട്യൂബിൻ്റെ ചാനൽ, യൂട്യൂബിൽ നമ്മളുടെ ചാനൽ 2-3 ചാനലുകളുണ്ട് യൂട്യൂബിൽ തന്നെ. ഒന്ന് തോമസ് പോൾ മാത്രം എഴുതിയിട്ടുള്ളൊരു ചാനൽ, അതിലാണ് ഇപ്പോൾ ഈ റിട്രീറ്റുകളെല്ലാം അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുമ്പത്തെ പഴയ ധ്യാനങ്ങളെല്ലാം അപ്ലോഡ് ചെയ്തിരിക്കുന്നത് BRK തോമസ് പോൾ എന്ന് പറഞ്ഞ് ഒരു ചാനലുണ്ട്. CCC ധ്യാനങ്ങളും മറ്റൊരുപാട് ധ്യാനങ്ങൾ അതിനകത്തുണ്ട്. പിന്നെ യൂറോപ്പിൽ നമ്മൾ പ്രഘോഷിക്കുന്ന ജർമ്മൻ റിട്രീറ്റുകളും അവിടുത്തെ ശുശ്രൂഷകളെല്ലാം 3LTV എന്നൊരു ചാനലാണ്. 3LTV.live. അതധികവും ജർമ്മൻ പ്രോഗ്രാമുകളാണ്. എങ്കിലും അതൊന്ന് കാണുന്നത് നല്ലത്. ഇടയ്ക്ക് എങ്ങനെയാണ് ജർമ്മനിയിലെല്ലാം കാര്യങ്ങൾ പോണത്. അതാണ് നമ്മൾ ഇൻ്റർനെറ്റ് ചാനലായിട്ട് ഇപ്പോൾ ഒരു ടെലിവിഷൻ ചാനലായിട്ട് രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ അതിൽ ചെയ്യാനുണ്ട്. ഒന്ന് ടൈറ്റ് ചെയ്യും. നമുക്കിതിനെല്ലാം വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് ഇത് ഇൻ്റർനെറ്റിലൂടെ ഒരുപാട് പേര് ഇത് കാണുന്നുണ്ട്. അത് കാണുമ്പോൾ ഇപ്പോൾ മറ്റു രാജ്യങ്ങളിൽ സൗദി അറേബ്യയിലും ചൈനയിലും റഷ്യയിലും പാകിസ്ഥാനിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഇംഗ്ലണ്ടിലും എല്ലാം ആളുകൾക്ക് ഈ ധ്യാനം കൂടാൻ അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് അവരുടെ മൊബൈൽ ഫോൺ, നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരു നല്ല എന്ത് ഫോണായിരിക്കണം, സ്മാർട്ട് ഫോണിൽ നമ്മൾ യൂട്യൂബിൽ പോയാൽ സ്മാർട്ട് ഫോണിൽ ആ യൂട്യൂബ് അടിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിൽ കയറി കഴിഞ്ഞാൽ അത് അപ്പോൾ അങ്ങനെ ഇത് ഈ മോഡേൺ മാധ്യമങ്ങൾ ഏതായാലും നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഇതിൽ കണ്ടോ, യൂട്യൂബിൽ പോയി യൂട്യൂബിൽ വന്നു 9 days റിട്രീറ്റ് ബൈ തോമസ് പോൾ. അത് സെർച്ച് ചെയ്തപ്പോൾ ഇത് വന്നു കഴിഞ്ഞു ഇഷ്ടം പോലെ 9 days. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്ത് വീട്ടിൽ തന്നെ ഇരുന്ന് ടെലിവിഷനിലൂടെ കാണുന്നതല്ല സാധ്യതകൾ കൂടുതൽ. ബസ്സിൽ പോകുമ്പോൾ, ട്രെയിനിൽ പോകുമ്പോൾ, ഓഫീസിൽ പോകുമ്പോൾ എല്ലാം, അല്ലെങ്കിൽ ഇത്തിരി ഇടവേള കിട്ടി എവിടെയെങ്കിലും അവിടെ ഇരുന്നുകൊണ്ട് ഈ ധ്യാനങ്ങളെല്ലാം കേൾക്കാൻ കാണാൻ പറ്റും ഇങ്ങനെയുള്ള ഗാഡ്ജറ്റുകളിലൂടെ. എന്നിട്ട് അവിടെ നിങ്ങൾ ഫേസ്ബുക്കിലും അതിലൊക്കെ അതിൻ്റെ ലിങ്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ അത് മറ്റ് അനേകം ആളുകളിലേക്ക് അത് പറയും. അതാണ് പ്രൈസ്. ഓക്കെ, ശരി.
ഇതിങ്ങനെ തിരിച്ചിട്ട് അതെ ഇവിടെ ഓ 3:30 ചായ വായിക്കാൻ നമ്മളിങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളതിൻ്റെയൊക്കെ സമയം കീപ്പപ്പ് ചെയ്യണ്ടേ? ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ്റെ പോയിന്റ് ഓഫ് വ്യൂ. ഓൾറൈറ്റ്, താങ്ക് യു. അപ്പോൾ നമ്മൾ വളരെ ശക്തമായ ചില പ്രമേയങ്ങളിലേക്ക് ഇനി കയറാൻ പോവുകയാണ്. അതുകൊണ്ട് ഇന്നിപ്പോൾ ഷെയറിംഗ് ഒന്നും നടക്കുന്നില്ല. അപ്പോൾ ആശ്വാസമായി. അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കുറച്ച് ഷെയറിംഗ് നടത്തണമെന്നുള്ളതാണ്. നമ്മൾ തുടങ്ങി വെച്ചത് നമ്മുടെ രക്ഷാകര പ്രവർത്തനങ്ങളുടെയും നമ്മളും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെയും യഥാർത്ഥ ഒരു തുടക്കം, ഒരു അനുഭവം നമുക്കുണ്ടാകുന്നത് ഉൽപ്പത്തിയിൽ നമ്മൾ പഠിക്കുമ്പോഴാണ്. ഉൽപ്പത്തി വാസ്തവത്തിൽ നോക്കുമ്പോൾ വളരെ എളുപ്പം മനസ്സിലാവും തോന്നുന്നു. പക്ഷേ അതിൻ്റെ അകത്ത് എന്താ പറയുന്നത്, ചകഞ്ഞ് അകത്തേക്ക് പോകുന്നു. അതിൻ്റെ അകത്തുള്ള ഓരോ വാക്കുകളെയും കുറിച്ച് ധ്യാനിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ദൈവമേ, ഇത് ഇത്രയും വിസ്മരണീയമായ ഒരു പുസ്തകമാണ്. ഏറ്റവും വിസ്മരണീയമായ പുസ്തകം ഉൽപ്പത്തിയും അതുപോലെ തന്നെ റെവലേഷനുമാണ്. ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും റെവലേഷനിലൊന്നും പോയിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ ഓരോരുത്തർ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് അത് കോട്ട് ചെയ്ത് സംസാരിക്കണം കാണുമ്പോൾ നമ്മൾ അതിൻ്റെ ഉപരിതലത്തിലുള്ള അർത്ഥം മാത്രമേ എടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ രഹസ്യം മനസ്സിലാക്കണം. ദൈവം എന്തിനെന്നെ സൃഷ്ടിച്ചു? പലപ്പോഴും ഞാനിത് ചോദിക്കുമ്പോഴാണ് ആളുകൾക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുന്നത്. ദൈവം എന്തുകൊണ്ടാണ് ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നത്? എൻ്റെ നിലനിൽപ്പ്, ഞാൻ എന്തുകൊണ്ട് നിലനിൽക്കുന്നു? എന്തുകൊണ്ട് എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്നുണ്ട്? ഞാൻ എങ്ങനെ ഈ പ്രപഞ്ചത്തിൽ ആരംഭിച്ചു? എൻ്റെ ഉൽപ്പത്തി എന്താ? നമ്മുടെ ജീവിതത്തിൻ്റെ സാധാരണ തത്വങ്ങളനുസരിച്ച് നമ്മൾ തന്നെയാണ് എല്ലാം പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയത്. ഞാൻ തന്നെ ഒക്കെ ശരിയാക്കാണ്ടൊക്കെ നടക്കോ? ഇങ്ങനെ ഒരു ചിന്തയിലാണ് നമ്മൾ നടക്കണേ. ഇതെല്ലാം ചിന്തിക്കുമ്പോൾ നമ്മളൊരു വചനം ഓർക്കണം. സ്വർഗത്തിലിരുന്ന് ദൈവം നമ്മളെ നോക്കി ചിരിക്കുന്നത്. സ്വർഗത്തിലിരുന്ന് ദൈവം നമ്മളെ നോക്കി ചിരിക്കുന്നത് എന്താ? ഞാനാണ് സകലതും നടത്തുന്നതും ഇവനെ സൃഷ്ടിച്ചതും ഇവനെ പരിപാലിക്കുന്നതും. പക്ഷെ അവൻ വിചാരിക്കുന്നത് അവനാ എല്ലാം നടത്തുന്നത്. അതുകൊണ്ടാണ് കർത്താവ് സ്വർഗത്തിൽ ചിരിക്കുന്നത്. അപ്പോൾ ഉൽപ്പത്തിയിൽ 1-ാം അധ്യായം 26-ാമത്തെ വചനത്തിൽ പറയുന്നു, അനന്തരം ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. ഒന്നെല്ലാവരും ശബ്ദമുയർത്തി ഒരു കരമുയർത്തി ഒന്ന് ഏറ്റുപറഞ്ഞു. ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. ഇവിടെ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട്. വീണ്ടും 3 വന്നു. എന്താണ് ആദ്യം പറഞ്ഞത്? നമുക്ക് എന്ന് ദൈവം പറയാൻ എന്താ? രണ്ടാമത്തെ കാര്യം നമ്മുടെ ഛായയിൽ. മൂന്നാമത്തെ നമ്മുടെ സാദൃശ്യത്തിൽ. എന്തെല്ലാമാണ് 3 കാര്യങ്ങൾ? നമുക്ക്, നമ്മുടെ ഛായ, നമ്മുടെ സാദൃശ്യം. ഒന്നെല്ലാവരും പേരിലെടുത്ത് പറഞ്ഞ് എന്താണ് 3 കാര്യങ്ങൾ? നമുക്ക്, നമ്മുടെ ഛായ, നമ്മുടെ സാദൃശ്യം. ഇപ്പോൾ നമുക്ക് മനസ്സിലാകും, നമുക്ക് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ദൈവം ത്രിത്വത്തിൻ്റെ ആ അവതരണത്തിൽ ത്രിത്വത്തിൻ്റെ പ്രവർത്തനത്തെയാണ് കാണിക്കുന്നത്. ദൈവം ഏകനാണ്
എങ്കിലും ആ ഏകദൈവത്തിൽ ആരുണ്ട്? 3 ആളുകളുണ്ട്. അത് ആദ്യത്തെ വചനങ്ങളിൽ തന്നെ നമുക്കറിയാം. ഉൽപ്പത്തി 1-2 നമുക്ക് കാണുന്നുണ്ട്. ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പോ പിതാവായ ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിന്റെ മുകളിൽ ചലിച്ചുകൊണ്ടിരുന്നു. ചൈതന്യം, പരിശുദ്ധാത്മാവ്. പ്രകാശമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു, പ്രകാശമുണ്ടായി. ആരാണത്? യേശുക്രിസ്തു. അപ്പോൾ ബൈബിൾ ആരംഭിക്കുന്നത് തന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അതോടൊപ്പം അവരുടെ പ്രവർത്തനങ്ങളും ആയിട്ടാണ് ആരംഭിക്കുന്നത്. അവരുടെ ഐഡന്റിറ്റി എല്ലാം അവിടെ വ്യക്തമാകുന്നുണ്ട്. ഇനി ദൈവം അരുളി ചെയ്യുകയാണ്. അപ്പൊ അതുവഴി ദൈവം സകല ജീവജാലങ്ങളും സകല മനോഹരമായ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. അതിനുശേഷം ദൈവം അരുളി ചെയ്യുകയാണ്, ഇനി നമുക്ക് മനുഷ്യനെ മറ്റൊരു രീതിയിൽ സൃഷ്ടിക്കണം. ഇതുവരെ സൃഷ്ടിച്ച ആ ടെക്നോളജി മാറ്റണം. എങ്ങനെ സൃഷ്ടിക്കണം? അവരെ നമ്മുടെ ഛായയിൽ സൃഷ്ടിക്കണം. അപ്പോൾ നമ്മൾ എന്നെ ദൈവം പറയുമ്പോൾ ദൈവത്തിലുള്ള 3 ആളുകളെ കുറിച്ച് സ്പഷ്ടമായിട്ട് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ പല സ്ഥലത്തും ദൈവം ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് ആ ഛായ? നമ്മുടെ ഛായ എന്ന് പറയുന്നതിൽ ഛായ എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ എന്ത് വ്യക്തമാക്കുന്നു എന്നും, എന്താണ് ആ സാദൃശ്യം? നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും നമുക്ക് മനുഷ്യനെ സൃഷ്ടിക്കാം. അപ്പോൾ ദൈവത്തിൻ്റെ ഛായ എന്താണ്? ദൈവത്തിൻ്റെ സാദൃശ്യം അല്ലെങ്കിൽ ഛായ എന്താണ്? സാദൃശ്യം എന്താണ്? നമ്മൾ ധാരാളം കേട്ടിട്ടുള്ളതാണ്. നമ്മൾ എന്താ അതിൽ നിന്നും പഠിച്ചിരിക്കുന്നത്, പഠിക്കേണ്ടത്, അനുമാനിക്കേണ്ടത്, ഗ്രഹിക്കേണ്ടത്, അനുഭവിക്കേണ്ടത്? പറഞ്ഞേ, what is the image God said, let us make man in our own image and likeness? എന്താണ് ഛായ? അത് ഓരോരുത്തരായിട്ട് പറഞ്ഞ് ഇത് അറിഞ്ഞു കഴിയുമ്പോഴേ നമ്മുടെ ഡിഗ്നിറ്റി എന്താണെന്ന് മനസ്സിലാവുള്ളൂ. മനുഷ്യന്റെ ഡിഗ്നിറ്റി എന്താണ്? കാറ്റക്കിസത്തിൽ 357-ാമത്തെ പാരഗ്രാഫിൽ പറയുന്നു. 357-ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് ഇതാണ്. 357 ദൈവഛായയിലായിരിക്കുന്നതിനാൽ മനുഷ്യന് ഒരു വ്യക്തിയുടെ മാഹാത്മ്യമുണ്ട്. അവൻ കേവലം ഒരു വസ്തുവല്ല, പ്രത്യുത ഒരു ആളാണ്. എങ്ങനത്തെ ആളാണ്? സ്വയം അറിയുവാനും സ്വയം ഉൾക്കൊള്ളുവാനും സ്വതന്ത്രമായി സ്വയം ദാനം ചെയ്യുവാനും ഇതര വ്യക്തികളുമായി സംസർഗത്തിൽ ഏർപ്പെടുവാനും കഴിവുള്ളവനാണ് മനുഷ്യൻ. ഇവിടെ ആള് എന്ന് പറയുന്നത് എവിടെ നിന്ന് വന്നു? ഈ ആള് വ്യക്തി, ആള്. ആ ആളത്വം അല്ലെങ്കിൽ വ്യക്തിത്വം ഉത്ഭവിച്ചത് എവിടെ നിന്നാണ്? നമുക്ക്, നമ്മുടെ. ദൈവമാണ് ആദ്യത്തെ ആൾ, വ്യക്തി. ദൈവം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് അവർ വ്യക്തികളാണ്, പേഴ്സൺസ്. അവർക്ക് വ്യക്തിത്വമുണ്ട്, പേഴ്സണാലിറ്റി ഉണ്ട്. ഇനി
ദൈവം നമ്മെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ തന്നെ ആ വ്യക്തിത്വം നമ്മിലേക്ക് നൽകി എന്നതാണ് വലിയ മഹാത്മ്യം. ഇതിൻ്റെ മഹാത്മ്യം എന്ന് പറയുന്നത് മറ്റ് സൃഷ്ടികളെ താരതമ്യപ്പെടുത്തുമ്പോഴാണ് കൂടുതൽ കൃത്യമാകുന്നത്. മറ്റുള്ള സൃഷ്ടികളെല്ലാം ദൈവം സൃഷ്ടിച്ചു എങ്കിലും അവയ്ക്കൊന്നിനും ഈ മഹാത്മ്യം, ദൈവത്തിൻ്റെ തന്നെ വ്യക്തിത്വം കൈമാറിയിട്ടില്ല. ഇപ്പോ നല്ല ചന്തമുള്ള ഒരു ആന വ്യക്തിയാണോ? ആന വ്യക്തിയല്ല. ഒരു കുതിര നല്ല മനോഹരമാണ്, പ്രത്യേകിച്ചതാ പാലും പൊക്കി ഓടുമ്പോൾ, അല്ലെങ്കിൽ ധാരാളം പാല് തരുന്നൊരു പശു, ഒരു മാൻ, മനോഹരമായ ആടുന്ന മയിൽ. ഇവരാരെങ്കിലും വ്യക്തിയാണോ? വ്യക്തിയാണോ എന്ന് പറഞ്ഞു നിങ്ങളെല്ലാവരും? ഈ സമുദ്രത്തിലെ പുഴയിലെ വലിയ കാളാഞ്ചി, ഇരുതാൻ വലിയ വലിയ മത്സ്യങ്ങൾ വ്യക്തിയാണോ? ഒരു പർവ്വതത്തിൽ നിന്നും മറ്റൊരു പർവ്വതത്തിലേക്ക് ആകാശത്തിൽ പറന്ന് സഞ്ചരിക്കുന്ന വലിയ പക്ഷികൾ, അവർ വ്യക്തികളാണോ? ഈ മനോഹരമായ പൂക്കളും നല്ല ഫലം തരുന്ന വൃക്ഷങ്ങളും അവർ വ്യക്തിയാണോ? അല്ല. ഈ ആകാശമണ്ഡലം വ്യക്തിയാണോ? ഈ സൂര്യനും ചന്ദ്രനും വ്യക്തികളാണോ? അല്ല. ഇപ്പൊ ഒന്ന് ചിന്തിച്ചേ, ദൈവം എങ്ങനെ, എന്ത് മഹാത്മ്യമാണ് മനുഷ്യൻ നൽകിയിരിക്കുന്നത്. അപ്പൊ ഈ സൃഷ്ടി പ്രപഞ്ചത്തിനൊന്നും കൊടുക്കാത്ത ഒരു വലിയ മഹാത്മ്യം ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ തന്നെ വ്യക്തിത്വം നൽകിക്കൊണ്ടാണ്. ദൈവത്തിൻ്റെ തന്നെ വ്യക്തിത്വം. അപ്പോൾ അതാണ് ഛായ എന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി എന്താ സാദൃശ്യം? ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ദൈവം നമ്മെ സൃഷ്ടിച്ചു. എന്താണ് ആ സാദൃശ്യം? ദൈവത്തിൻ്റെ സാദൃശ്യം എന്ന് പറഞ്ഞാൽ ദൈവം എങ്ങനെയാണോ അങ്ങനെ തന്നെ. എന്താ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലുള്ള മഹാത്മ്യം? ദൈവം നിത്യജീവനാണ്. ദൈവത്തിൻ്റെ ലൈഫ് ഒരിക്കലും അവസാനിക്കുന്നില്ല. ദൈവം നിത്യതയുള്ള ഒരു ജീവിതമാണ്. ദൈവമാകുന്ന വ്യക്തി ഒരിക്കലും മരിക്കുന്നില്ല, നിത്യതയുള്ള ഒരു വ്യക്തിയാണ്. രണ്ടാമത്, ദൈവമായ വ്യക്തി ഒരു ആത്മാവാണ്, അരൂപിയാണ്. ഇതാണ് ദൈവം നമുക്ക് നൽകിയത്. കാറ്റഗിസത്തിൽ 1703 പാരഗ്രാഫിൽ 1703 പാരഗ്രാഫിൽ ഇത് കൃത്യമായി പ്രഘോഷിക്കുന്നുണ്ട്. എന്താണ് പറയുന്നത് അവിടെ? 1703 ദൈവം മനുഷ്യനെ മാത്രമേ അനശ്വരവും അമർത്യവുമായ ഒരാത്മാവ് നൽകി സൃഷ്ടിച്ചിട്ടുള്ളൂ. ആത്മീയവും അമർത്യവുമായ ആത്മാവുള്ള മനുഷ്യ വ്യക്തിയാണ് ഭൂമിയിൽ അതിനു വേണ്ടി തന്നെ ദൈവം ആഗ്രഹിച്ച ഏക സൃഷ്ടി. അവൻ തന്റെ ഉത്ഭവം മുതൽ നിത്യ സൗഭാഗ്യത്തിനായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. Praise the Lord. ആരാ ഇവിടെ ഇരിക്കണേ? ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ഇതാരാ? ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ഛായയിലും ദൈവം മെനഞ്ഞെടുത്ത നിത്യതയുള്ള അമർത്യതയുള്ള ദൈവകുട്ടിയാണ്. നമ്മളൊരു ബൊമ്മയോ അല്ലെങ്കിൽ എടാ കഴുത, നിന്നോട് എത്ര പറഞ്ഞിട്ട് എന്താ കേൾക്കാത്തെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ, എടാ പോത്തെ,
അതാ പറഞ്ഞത് വീണ്ടും ഉപസാരിക്കേണ്ടി വരുമെന്ന്. ഇപ്പൊ മനസ്സിലായി. ഈ അറിവുണ്ടായാൽ മാത്രമേ ദൈവവുമായിട്ട് ഒരു ആത്മബന്ധത്തിലേക്ക് വരാൻ പറ്റുള്ളൂ. ഇനി മറ്റൊന്ന് ചിന്തിക്കേണ്ട, എന്തിനാ ദൈവം നമ്മളെ ഇങ്ങനെ ഒരു വ്യക്തിയായിട്ടും ദൈവത്തിൻ്റെ അമർത്യതയും ദൈവത്തിൻ്റെ അനശ്വരതയും അനന്തതയും നമുക്ക് നൽകി സൃഷ്ടിച്ചത്? അങ്ങനെയാണെങ്കിൽ മാത്രമേ ദൈവവും നമ്മളുമായിട്ടൊരു വ്യക്തിബന്ധം സാധിക്കുകയുള്ളൂ. നമ്മൾ ഇന്നലെയെല്ലാം കേട്ടു, സ്വർണ്ണക്കച്ച ഉടയാട ചാത്തി, രാജകുമാരി സ്വർണ്ണക്കച്ച ഉടയാട ചാത്തി അന്തഃപുരത്തിൽ ഇരിക്കുന്നു, വർണ്ണശബളമായ അങ്കിയണിയിച്ചവളെ രാജസന്നിധിയിലേക്ക് ആനയിക്കുന്നു. ഇത് നമ്മുടെ ആത്മാവിൻ്റെ കാര്യമാണ്. നമ്മൾ ഓരോരുത്തരെയും ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിനെ ലയിച്ചു ചേരാനുള്ള, ദൈവമായിട്ട് ഒന്നാകാനുള്ള ഒരു രാജകുമാരിയായിട്ടാണ്, രാജ്ഞിയായിട്ടാണ്, ഒരു മണവാട്ടിയായിട്ടാണ്. രാജകുമാരി, എന്ത് രസം അത് പാടുമ്പോൾ വീണ്ടും വീണ്ടും. അതാരെക്കുറിച്ചാണ് പാടുന്നത്? നമ്മൾ ഓരോരുത്തരെ കുറിച്ച്. നമ്മൾ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ മണവാട്ടിയാണ്. ദൈവമായിട്ട് ദൈവം ഏറ്റവും സ്നേഹിക്കുകയും അതിന് ഒരു കളങ്കവും പറ്റാതെ വളരെയധികം സൂക്ഷിക്കുകയും ചെയ്യുന്ന സൃഷ്ടികളിലെ ഏറ്റവും പ്രത്യേകമായി സൃഷ്ടിച്ച ഈ ഒരു വ്യക്തിയോട് മാത്രമേ ദൈവത്തിനെ ലയിച്ചു ചേരാൻ പറ്റുകയുള്ളൂ. മറ്റെല്ലാ ജീവജാലങ്ങളിലും ദൈവം ഉണ്ട്, ദൈവിക ജീവനുണ്ടെങ്കിലും ദൈവത്തിന് അവരുമായിട്ട് വ്യക്തിബന്ധം പുലർത്താൻ പറ്റില്ല. മനുഷ്യനോട് മാത്രമേ ദൈവത്തിനൊരു വ്യക്തിബന്ധം പുലർത്താൻ പറ്റുകയുള്ളൂ. ആ വ്യക്തിബന്ധമാണ് ദൈവം നൽകിയ കവനൻ ഉടമ്പടി ബന്ധം. അത് പിന്നീട് നമുക്ക് എടുക്കാം. അപ്പോൾ ഈ വ്യക്തിബന്ധം ആണ് നമ്മുടെ പ്രാർത്ഥനയുടെ രഹസ്യം, അല്ലെങ്കിൽ നമ്മുടെ രക്ഷയുടെ രഹസ്യം. അങ്ങനെ അത്രയ്ക്ക് വലിയ ആഗ്രഹത്തോടുകൂടി സൃഷ്ടിച്ച മനുഷ്യനെ നശിച്ചു പോകാൻ ദൈവം അനുവദിക്കുമോ? അതാണ് രക്ഷയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളൊരു നിയമാവലിയോ നിയമം അനുസരിച്ചിട്ടുള്ള കുറെ ചട്ടങ്ങൾ അനുസരിച്ചുള്ള ഒരു ജീവിതമോ അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം ദൈവം അത്രയ്ക്ക് സ്നേഹത്തിൽ സൃഷ്ടിച്ച നമ്മളെ നശിച്ചു പോകാൻ ദൈവം അനുവദിക്കുമോ? അത്ര വലിയ ദൈവാനുഭവം അറിവും ഒന്നുമില്ലാത്തൊരു സാധാരണക്കാരനാണെങ്കിൽ പോലും 1 ഏക്കർ സ്ഥലം മേടിച്ചാൽ അവൻ ആദ്യം എന്താ ചെയ്യുക? വേലിയിട്ടു. എന്തിനാ? എൻ്റെ സ്ഥലമാണത്, അതിനെ സംരക്ഷിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ്. നാളെ കന്നാലികൾ അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ അയൽക്കാരുമായിട്ട് വഴക്കടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അവർ പറയും, നിങ്ങളുടെ സ്ഥലമാണെങ്കിൽ നിങ്ങൾ അതിനെ വേലി കെട്ടി സൂക്ഷിക്കും. അപ്പൊ ദൈവം രക്ഷകൻ മാത്രമല്ല, ദൈവം സംരക്ഷകൻ കൂടിയാണ്. ദൈവത്തിന് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാമോ? ഇത് വലിയ രസകരമായൊരു ചിന്തയാണ്. ഒരിടയ്ക്ക് ഈ കുറച്ച് നാൾ മുമ്പ് ഒരു സഹോദരി അവരുടെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് ബഹളമുണ്ടാക്കി കരഞ്ഞ് കൂവി പ്രയാസപ്പെടുമ്പോൾ അവസാനം ഞാൻ പറഞ്ഞു, നിനക്കറിയാമോ നിന്നെക്കുറിച്ച് റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരാളുണ്ടെന്ന്. അവളെ ഷോക്ക് അടിച്ച മാതിരി, എന്നെക്കുറിച്ച് റെസ്പോൺസിബിലിറ്റി, എൻ്റെ ഭർത്താവിനെ പോലെ എന്നെക്കുറിച്ച് റെസ്പോൺസിബിലിറ്റി ഇല്ല, പിന്നെ ആരാ എന്നെക്കുറിച്ച് റെസ്പോൺസിബിലിറ്റി ഉള്ള ആൾ? ദൈവം. He is responsible about you. ദൈവമാണ് നിന്നെ സൃഷ്ടിച്ചത്, ദൈവമാണ് നിന്നെ പരിപാലിക്കുന്നത്, ദൈവത്തിന് നിന്നോടൊരു ഉത്തരവാദിത്വമുണ്ട്.
അപ്പോൾ അവൾക്കങ്ങ് ഭയങ്കര സ്പർശനമായി. ശരിയാണല്ലോ. അപ്പോൾ അവൾ വിചാരിച്ചിരിക്കുന്നത് ഞാനാണ് എൻ്റെ കാര്യങ്ങൾ നോക്കാൻ, എനിക്ക് വേറെ ആരുമില്ല, ഐ ഹാവ് ടു ഡു എവരിത്തിങ്. ഇത് പറയുമ്പോൾ പെട്ടെന്നൊരു ചിന്ത വരുന്നത്, ഇങ്ങനെ പരന്നു പോവുകയാണ്, ക്ഷമിക്കണം കേട്ടോ, അത് ആ ക്ലാസിൻ്റെ ലെറ്റ് ഇറ്റ് ഗോ. അബ്രാഹത്തിന് എൻ്റെ ആദ്യത്തെ മകൻ ആരാ? ഇസ്മായില. എന്നാൽ വാഗ്ദാന പ്രകാരം ഉണ്ടായ കുഞ്ഞല്ല, പക്ഷെ എന്നിരുന്നാലും സ്വന്തം കുഞ്ഞല്ലേ. അവസാനം ഇസഹാക്ക് ജനിച്ചു കഴിഞ്ഞപ്പോൾ സാറ പറഞ്ഞു, ഈ അടിമപ്പെണ്ണിനെയും കുഞ്ഞിനെയും ഇവിടെ നിന്ന് പറഞ്ഞു വിടണം. അബ്രാഹത്തിന് ഭയങ്കര പ്രയാസമായി. ആദ്യത്തെ പ്രയാസം എന്താ? എൻ്റെ ആദ്യ ജാതകൻ, അവനെ പറഞ്ഞു വിടണം എന്ന് പറയുന്നത് ഏതൊരു അപ്പനും പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ ദൈവം പറഞ്ഞു, നീ ഇപ്പോൾ സാറ് പറയുന്നത് കേൾക്കുക. മനസ്സിലായി? സാറന്മാർക്കും വോയിസ് ഉണ്ട്. അവൻ കർത്താവ് പറഞ്ഞതനുസരിച്ച് അബ്രാഹാം തൻ്റെ ആദ്യജാതനെ മകനെ പറഞ്ഞു വിടുകയാണ്. വെള്ളവും വഴിച്ചെലവിനെല്ലാം കൊടുത്തു. ഈ ഹാഗാറും ഇസ്മായിലും ഇതാ മരുഭൂമി കടന്നു പോകുമ്പോൾ, മരുഭൂമിയുടെ നടുക്കെത്തിയപ്പോൾ വെള്ളം തീർന്നുപോയി. അവരുടെ തൊണ്ട വറ്റി, അവരുടെ അപകടം മനസ്സിലായി. ഹാഗാർ പറഞ്ഞു, ദൈവമേ, എൻ്റെ മകൻ ഇപ്പോൾ ഉടനെ മരിക്കും, പക്ഷെ എനിക്ക് എൻ്റെ മകൻ എൻ്റെ കൺമുമ്പിൽ കിടന്ന് മരിക്കുന്നത് കാണാൻ എനിക്ക് സാധ്യമല്ല. എന്നിട്ട് അവൾ എന്ത് ചെയ്തു? അവനെ ആ മരുഭൂമിയിൽ വിട്ടിട്ട് അവളും പോയി. ഇനി ഇപ്പോൾ നോക്കി, ആ കുഞ്ഞിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ, ആ കുഞ്ഞിൻ്റെ വയസ്സിൽ നിന്ന് നോക്കുമ്പോൾ കുഞ്ഞിൻ്റെ പിതാവ് ഉപേക്ഷിച്ചു, മാതാവ് ഉപേക്ഷിച്ചു ഒരു സാഹചര്യം. ഇവിടെ ആ മരുഭൂമി വെയിലത്ത് പൊരിഞ്ഞു കിടക്കുന്ന സമയത്ത് ഈ ഇസ്മായിൽ അവനെന്ത് ചെയ്യാൻ പറ്റും? അവൻ കിടന്ന് വാവിട്ട് കരഞ്ഞു. ഉടനെ സ്വർഗത്തിൽ നിന്നൊരു സ്വരമുണ്ടായി. ഹാഗാർ കേട്ടു, നിന്റെ കുഞ്ഞിൻ്റെ കരച്ചിൽ ഞാൻ കേട്ടിരിക്കുന്നു. ഇതാരുടെ റെസ്പോൺസിബിലിറ്റി ആയിപ്പോ? God is a responsible God. ദൈവത്തിന് നമ്മളോടൊരു ഉത്തരവാദിത്വമുണ്ടോ? ദൈവം ഇങ്ങനെ കൊല്ലന്റെ അല്ലെങ്കിൽ സ്വർണ്ണപ്പണിക്കാരൻ സ്വർണം ആലയിട്ടിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്ന പോലെ നോക്കിയിരിക്കുകയാണ്. ആ മരുഭൂമിയിൽ ഇതാ ഒരു നീരുറവ. ആർക്ക് വേണ്ടി? ഇസ്മായിലിന് വേണ്ടി മാത്രം. ഹഗാറിനോട് പറയുകയാണ്, നീ കുഞ്ഞിൻ്റെ അടുത്തേക്ക് മടങ്ങി ചെല്ലുക, ഇതാ ഞാൻ അവിടെ വെള്ളം കൊണ്ടുവന്നിരിക്കുന്നു. ഞാനിത് പറഞ്ഞത്, ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനുണ്ടാകാം. പക്ഷെ ഇപ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മനസ്സിലാക്കണം, നമ്മളെക്കുറിച്ച് റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ദൈവമുണ്ട്. God is responsible about us. ആ റെസ്പോൺസിബിലിറ്റിയുടെ ഒരു ഭാഗമായിട്ടാണ് മാതാവിലേക്കും പിതാവിലേക്കും റെസ്പോൺസിബിലിറ്റി വരുന്നത്. നമ്മൾ കുഞ്ഞ് ജനിച്ചാൽ അവരെ പഠിപ്പിക്കണം, അവരെ ഉടുപ്പിക്കണം, അവർക്ക് പ്രായമാവുന്നതനുസരിച്ച് ഓരോന്നും ചെയ്യണം എന്ന് നമ്മൾക്ക് ഉള്ള ആ ഒരു ഉത്തരവാദിത്വം വരുന്നത് നമ്മളിൽ നിന്നല്ല, അത് ദൈവത്തിൽ നിന്നാണ്. ഇത് എല്ലാ ജീവജാലങ്ങളിലും ഈ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇപ്പം നോക്കി, ഒരു പശു പ്രസവിച്ചാൽ ആ പ്രസവിച്ച് കിടക്കുന്ന കുട്ടിയെ ഉടനെ അത് നക്കി തുടച്ച് വെടിപ്പാക്കി ക്ലീൻ ആക്കുന്നുണ്ടോ ഇല്ലയോ? ഒരു പശു പ്രസവിച്ചാൽ ആ പശുക്കിടാവിനെ ഉടനെ നക്കി തുടച്ച് വെടിപ്പാക്കും. ഇതെല്ലാം രക്ഷയുടെ ഒരു സിംബോളിസം അല്ലേ?
ഈ പശുക്കിടാവിൻ്റെ മേലുള്ള ആ അഴുക്ക് അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അതിന് ശ്വാസം കിട്ടുമോ? നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, എവിടെയാണ് ആദ്യം പശു നക്കി തുടയ്ക്കുന്നത്? മൂക്കിൻ്റെ ഈ ഭാഗത്ത്. ആരാണ് ഇതൊക്കെ ഈ പശുവിനെ പഠിപ്പിച്ചത്? ഒരു ഫോർമേഷൻ ഇല്ല. ഈ മൂക്ക് ശ്വാസം കിട്ടുന്ന ഭാഗത്താണ് ആദ്യം. ഇതൊക്കെയാണ് ദൈവത്തിൻ്റെ റെസ്പോൺസിബിലിറ്റിയും ജ്ഞാനവും. സൃഷ്ടാവിൽ നിന്ന് സൃഷ്ടികളിലേക്ക് ഒഴുകുന്നു. ദൈവം തൻ്റെ സ്വന്തം സത്തയായ ജ്ഞാനത്തെ മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുന്നു. അപ്പോൾ ഈ റെസ്പോൺസിബിൾ ആണ് ദൈവം എന്നുള്ള ഒരു തത്വം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ദൈവം സൃഷ്ടിച്ചവ നഷ്ടപ്പെടരുതെന്നുള്ള ഒരു യുക്തി ദൈവത്തിനുണ്ടോ ഇല്ലയോ? ഉണ്ടോ? അതിൽ നിന്നാണ് നമ്മളുടെ രക്ഷയെക്കുറിച്ചുള്ള കൂടുതൽ പ്രചോദനം നമുക്ക് കിട്ടുന്നത്, ഇല്ലേ? ദൈവം സൃഷ്ടിച്ചത് നഷ്ടപ്പെടരുതെന്നുള്ളത് ആരാണ് കൂടുതൽ ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടി ഒത്താശകൾ ചെയ്യുന്നതും? ദൈവം തന്നെയാണ്. അതുകൊണ്ട് ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ, മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ അവനെ രക്ഷിക്കുന്നതിനുള്ള സംവിധാനം ദൈവം ചെയ്തു. അതാണ് രക്ഷയുടെ പ്രസ്ഥാനം. ഒന്ന് കരമുയർത്തി യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. എല്ലാവരും ശബ്ദമുയർത്തി ഹല്ലേലൂയ, കാറ്റക്കിസത്തിൽ 359 ഒരു മനോഹരമായ കാവ്യരൂപേണ ദൈവത്തിൻ്റെ മനുഷ്യനുമായിട്ടുള്ള സൃഷ്ടിയും സൃഷ്ടിയുടെ ബന്ധത്തെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. അതൊന്ന് വായിക്കാം, ശ്രദ്ധിച്ച് കേൾക്കുക. 359. വാസ്തവത്തിൽ ശരീരം ധരിച്ച വചനത്തിന്റെ രഹസ്യത്തിൽ മാത്രമാണ് മനുഷ്യ രഹസ്യം യഥാർത്ഥത്തിൽ വ്യക്തമാകുന്നത്. മനുഷ്യ രഹസ്യം യഥാർത്ഥത്തിൽ വ്യക്തമാകുന്നത് യേശുക്രിസ്തുവിലൂടെയാണ്. ശരീരം ധരിച്ച വചനത്തിന്റെ രഹസ്യത്തിൽ. ശരീരം ധരിച്ച വചനം ആരാ? യേശുക്രിസ്തു. തുറന്ന് വായിക്കാം. മനുഷ്യവംശം ആരംഭിക്കുന്നത് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ രണ്ട് മനുഷ്യരിൽ നിന്നാണ്. ആദവും ക്രിസ്തുവും. ആദ്യത്തെ മനുഷ്യനായ ആദം ജീവിക്കുന്ന ഒരാത്മാവായി അവസാനത്തെ ആദം ജീവൻ നൽകുന്ന ഒരാത്മാവായി. ശ്രദ്ധിക്കുക, ഇതാണ് പ്രധാന വ്യത്യാസം. യേശു ആരാണ്? ജീവൻ നൽകുന്നവരാണ്. ആദവും നമ്മളെല്ലാമോ ജീവിക്കുന്ന ആത്മാവാണ്. നമുക്ക് ജീവൻ നിലനിർത്തണമെങ്കിൽ ജീവൻ നൽകുന്ന ദൈവാത്മാവിൽ നിന്ന് നമ്മിലേക്ക് ജീവൻ ഒഴുകണം. ഇതാണ് പ്രധാന വ്യത്യാസം. സൃഷ്ടിയായ നമ്മളും സൃഷ്ടാവായ ദൈവാത്മാവും. ആദ്യത്തെ ആദം അവസാനത്തെ ആദത്താൽ സൃഷ്ടിക്കപ്പെട്ടു. ഈ അവസാനത്തെ ആദമായ യേശുക്രിസ്തു ആദ്യം ഉണ്ടായിരുന്നോ? അപ്പോ അവസാനത്തെ ആദമായ യേശുക്രിസ്തു ആദത്തെ സൃഷ്ടിച്ചപ്പോൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കണ്ടിന്യൂ. ആദ്യത്തെ ആദം അവസാനത്തെ ആദത്തിൽ നിന്ന് വന്നു. തനിക്ക് ജീവൻ അരുളുന്ന ആദ്യത്തെ ആദം അവസാനത്തെ ആദമായ യേശുവിൽ നിന്നും ഉത്ഭവിച്ചു. തനിക്ക് ജീവൻ അരുളുന്ന ആത്മാവിനെ സ്വീകരിച്ച് ഒന്നാമത്തെ ആദത്തെ സൃഷ്ടിച്ചപ്പോൾ രണ്ടാം ആദം തന്റെ ഛായ അവനിൽ പതിച്ചു. വ്യക്തിത്വം അവനിൽ പതിച്ചു. Praise the Lord. Yes, next please.
അതിനാലാണ് രണ്ടാം ആദം തന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടത് നശിച്ചു പോകാതിരിക്കാനായി അവന്റെ ധർമ്മവും അഭിധാനവും ഏറ്റെടുത്തത്. ആദ്യത്തെ ആദത്തിന് ഒരു ആരംഭമുണ്ടായിരുന്നു. അവസാനമില്ലാത്തവനാണ് അവസാനത്തെ ആദം. അവനാണ് യഥാർത്ഥത്തിൽ ഒന്നാമൻ. എന്നിട്ട് പറയുകയാണ് അൽഫയും ഒമേഗയും അവിടുന്ന് തന്നെ പറയുന്നത് പോലെ ആദ്യത്തേതും അവസാനത്തേതും ഞാനാകുന്നു. Praise the Lord. ഈ നട്ടുച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ടിരുന്നത് കേൾക്കുമ്പോൾ അത് എളുപ്പം മനസ്സിലാവണമെന്നില്ല. എങ്കിലും എന്തോ ഒരു മിന്നാമിനുങ്ങ് അവിടെ ഉണ്ട്. നമുക്ക് മുഴുവനും മനസ്സിലാവുന്നില്ല. കുറച്ച് ശ്രദ്ധിച്ച് പഠിക്കുകയാണെങ്കിൽ മനസ്സിലാവും. മഹാത്മ്യം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ദൈവത്തിൻ്റെ വ്യക്തിത്വം നൽകിക്കൊണ്ടും ദൈവത്തിൻ്റെ അനന്തമായ അനശ്വരത നൽകിക്കൊണ്ടുമാണ് ദൈവം സൃഷ്ടിച്ചത്. ഇത് ഒരു കാരണവശാലും നഷ്ടപ്പെടാൻ ദൈവം സമ്മതിക്കില്ല. ഇതൊന്ന് ഹൃദയത്തിൽ ഉറപ്പിക്കും. ഈ ബോധ്യത്തിൽ നിന്നാണ് രക്ഷയെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ അനാവരണം ചെയ്യപ്പെടേണ്ടത്. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരുന്നത് ഈശോ പറഞ്ഞൊരു യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോ 10-ാം അധ്യായത്തിൽ 27-28 പറയുകയാണ്, ഞാനാണ് വാതിൽ. യോഹന്നാൻ 10-ാം അധ്യായം 27 മുതൽ എന്റെ ആടുകൾ എന്റെ സ്വരം ശ്രവിക്കുന്നു. എനിക്ക് അവയെ അറിയാം. അവ എന്നെ അനുഗമിക്കുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു. അവ ഒരിക്കലും നശിച്ചു പോവുകയില്ല. അവ എന്റെ അടുക്കൽ നിന്ന് ആരും പിടിച്ചെടുക്കുകയുമില്ല. അവയെ എനിക്ക് നൽകിയ പിതാവ് എല്ലാവരെയുംകാൾ വലിയവനാണ്. പിതാവിന്റെ കയ്യിൽ നിന്ന് അവയെ പിടിച്ചെടുക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഞാനും പിതാവും ഒന്നാണ്. അപ്പോൾ ഇതെല്ലാം ഉൽപ്പത്തിയിൽ നിന്ന് ആരംഭിക്കുന്നതാണ്. എൻ്റെ ആടുകൾ, എൻ്റെ സഹോദരന്മാർ, അവർക്ക് ഞാൻ നിത്യജീവൻ നൽകുന്നു. ആർക്കും അവരെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കാൻ സാധ്യമല്ല. എന്തുകൊണ്ടാണ്? എൻ്റെ ഛായയിൽ ഞാൻ തന്നെ സൃഷ്ടിച്ച് ജീവന്റെ മുദ്ര കുത്തിയിലെ അവരെ പിടിച്ചെടുക്കാൻ ഞാൻ സമ്മതിക്കുമോ? കുറുക്കൻ കോഴിയെ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ എന്ത് പറയും? എന്ത് ചെയ്യും? പറയും, ഓടിച്ചിട്ട് കോഴികളെ രക്ഷിക്കുകയില്ലയോ? ആടുകളെ ചെന്നായി പിടിച്ചു കൊണ്ടുപോകുമ്പോൾ എടേരാണ് നോക്കി നിൽക്കുമോ? അപ്പൊ ഈ തത്വങ്ങളെല്ലാം നമ്മുടെ മനസ്സിലുണ്ടാകണം. നമ്മൾ എന്തോ ഒരു വലിയ തിന്മ ചെയ്താലും നമ്മെ രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കയ്യിലിരുന്നു കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇനി എന്തിനാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചതെന്നുള്ളതിൻ്റെ പ്രഥമ ഭാഗമാണ് കാറ്റഗിസത്തിലെ ആദ്യത്തെ ഖണ്ഡികയിൽ കൊടുത്തിരിക്കുന്നത്. കാറ്റഗിസത്തിലെ ആദ്യത്തെ ഖണ്ഡിക നമ്പർ 1 ഫസ്റ്റ് പാരഗ്രാഫ് പറയുന്നതാണ്, തന്നിൽ തന്നെ അനന്ത നന്മ സ്വരൂപനായ ദൈവം അനന്ത ഗുണസമ്പന്നനും തന്നിൽ തന്നെ സൗഭാഗ്യവാനുമായ ദൈവം കേവലം നന്മ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് സ്വതന്ത്ര മനസ്സോടെ തന്റെ സൗഭാഗ്യത്തിൽ ഭാഗമാക്കുവാൻ വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചു. ഒന്നെല്ലാവരും കരമുയർത്തിയിട്ട് പറഞ്ഞേ, അനന്ത ഗുണ